ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പരിപാടിക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നേരെ പോകുന്നത് എൻ്റെ മാമൻ്റെ സലൂണിലേക്കാണ്. അപ്പോൾ ഞാനും അമ്മയും ഉണ്ട്. സമന്തക്ക എന്നാണ് സലൂണിൻ്റെ പേര്. നമ്മുടെ തിരുവമ്പാടി അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ സലൂൺ വരിക. ഇന്ന് ഞാൻ ഇപ്പോൾ വന്നിരിക്കണം എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് വളക്കാപ്പ് പരിപാടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ മാമനോട് ഡിസ്കസ് ചെയ്യാനും പിന്നെ ഏത് സാരിയാണ് എനിക്ക് ചേരുക പരിപാടിക്ക്. അപ്പം 3 സാരി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വെച്ച് നോക്കിയിട്ട് എനിക്ക് ഏതാണോ ചേരുന്നത് അതിനനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാമൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം നമുക്കപ്പോൾ ഈ 3 സാരിയിൽ നിന്ന് ഒരെണ്ണം വെച്ച് നോക്കിയിട്ട് ഏതാണോ എനിക്ക് ചേരുന്നത് അത് പിക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് വേണം ഇതിൻ്റെ ബ്ലൗസ് തുണിയെടുക്കാനും പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം മാമൻ ആദ്യം തന്നെ ഈ ഒരു സാരി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് മമ്മ ഓൺലൈനിൽ മേടിച്ചൊരു സാരിയാണ്. അപ്പോൾ അത് മമ്മ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടപ്പം ഞാനൊരു ഗ്രീനും യെല്ലോ അല്ലെങ്കിൽ പിങ്കൊക്കെ ആണല്ലോ ഈ ഒരു വളക്കാപ്പ് പരിപാടിക്ക് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ യെല്ലോ ആൻഡ് പിങ്ക് ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഈ ഒരു ഗ്രീനും റെഡും ആയിട്ടുള്ള വേറൊരു വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് ഇപ്പം നമ്മൾ വെച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നത്. നമുക്കപ്പോൾ എന്തായാലും ഈ 2 സാരിയിൽ നിന്ന് ഒരു സാരി നമുക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ രാധാമന്തേ ഇപ്പം ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് പോലെ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം ഞാൻ വെച്ച് നോക്കിയത് ഈ ഒരു ഗ്രീൻ സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നമുക്കതിന് മനസ്സിലാവില്ല. അപ്പോൾ രാധാമൻ പറഞ്ഞു ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് യെല്ലോ പിങ്ക് സാരിയും കൂടി വെച്ച് നോക്കാം, എന്നിട്ട് ഫേസിലോട്ട് ഏതാണോ നന്നായിട്ട് തോന്നുന്നത് അത് എടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അടുത്തത് നമ്മളിത് ഈ പിങ്ക് ആൻഡ് യെല്ലോ സാരിയാണ് വെച്ച് വെക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ചും കൂടിയും ഒരു ഇഷ്ടം തോന്നുന്നതും വെച്ചാൽ ഭംഗി ഉണ്ടാവുമെന്ന് തോന്നുന്നതും ഈ ഒരു സാരിയാണ്. പിന്നെ കുറച്ചുകൂടി വളക്കാപ്പ് പരിപാടിയിലേക്ക് സിങ്കായിട്ട് പോകാൻ പറ്റുന്നൊരു കളർ ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ കണ്ണാടിയിലൊന്ന് പോയി നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. മഞ്ഞ തോന്നുന്നല്ലേ? അതും മഞ്ഞുണ്ട്. ഉടുത്ത് വരുമ്പോ നല്ല രസം ഉണ്ടാവും. അത്ര വലിയ കുഴപ്പമില്ല, എനിക്കറിയില്ല. അത് കുറച്ച് ഇങ്ങനെ നിക്കും. അപ്പോൾ ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തത് നമ്മുടെ യെല്ലോ ആൻഡ് പിങ്ക് ആണ്. എൻ്റെ ഫേസിലോട്ടും കുറച്ചൊരു ബ്രൈറ്റ്നെസ് കൊടുക്കുന്നത് ആ ഒരു സാരിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം സലൂണിലൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ജ്വല്ലറിയുടെ കാര്യമൊക്കെ ഡിസൈഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നിങ്ങളീ നേരെ കാണുന്നത് നമ്മുടെ തിരുവമ്പാടി അമ്പലമാണ്. തൃശ്ശൂരുള്ള എല്ലാവർക്കും അറിയാം, ഭയങ്കര ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ വരുന്നൊരു വലിയൊരു അമ്പലം തന്നെയാണത്. ഫേമസ് ആണ്, കൃഷ്ണൻ്റെ അമ്പലമാണ്. ഇനിയിപ്പം നമുക്ക് ബ്ലൗസ് സെലക്ട് ചെയ്യണം. അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അങ്ങനെ ഈ സാരീസ് അധികം യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് തന്നെ 1 ടൈം യൂസാണ് സത്യത്തിൽ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഭയങ്കര പ്യുവർ സിൽക്കൊന്നും ഞാൻ സെലക്ട് ചെയ്തില്ല. വേറെ എന്തോ ഒരു കൈൻഡ് ഓഫ് സിൽക്കാണിത്. അപ്പം അതെടുക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ നമ്മൾ താഴത്തോട്ട് വന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നാൽ ഇവിടെ ഒരുപാട് നല്ല കോട്ടൺ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പം അമ്മ എനിക്ക് കുറച്ച് മെറ്റേണിറ്റിക്കൊക്കെ പറ്റുന്ന രീതിയിലത്തെ തുണി കുറച്ച് സെലക്ട് ചെയ്ത് തന്നു. അപ്പോൾ നമ്മളതൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടെത്തി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല മഴ തന്നെയാണ്. പക്ഷേ ഇന്നൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ട്. 2 ദിവസത്തേക്കാണ് അവൻ വരുന്നത്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവനെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ പറയണം, ഇവനെ എല്ലാം ഭയങ്കര ആക്സസറൈസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാനതിങ്ങനെ പറയായിരുന്നു. അവൻ്റെ ഒരു ഡ്രസ്സും പിന്നെ അതുപോലെ ഷൂസൊക്കെ ഇട്ടത് നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ലുക്ക്. ഓ മൈ ഗോഡ്, ഇത് പുതിയ മാലയാണല്ലോ. ആരത്? ഡുഡു. പിന്നെ വൈകുന്നേരം ആയപ്പം ഞാനും അമ്മയും കൂടി നമ്മൾ തലേദിവസം മേടിച്ച ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കാൻ കുറച്ച് ദൂരെയാണ്. കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് തന്നെയാണ് ഞാൻ എപ്പോഴും കൊടുക്കാറ്. ഞാൻ എന്താ പറയുക, സ്കൂൾ ടൈം മുതൽ എപ്പോഴും ഞാൻ കൊടുക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത് കുറച്ച് ദൂരമുണ്ട്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ബസ്സൊക്കെ കയറിയിട്ടാണ് ഞാൻ യൂഷ്വലി പോവാറ്. അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഊബറിലാണ് പോകുന്നത്. അപ്പോൾ ഊബർ ടാക്സി പിടിച്ചിട്ട് ആണ് നമ്മൾ പോകുന്നത്.
കുറച്ചധികം ദൂരമുണ്ട്, പക്ഷേ സ്റ്റിച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ചേച്ചി ചെയ്യും. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ഫീലാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേച്ചി. അപ്പോൾ പുള്ളിക്കാരി ഞാൻ യൂഷ്വലി എപ്പോൾ വരുമ്പോഴും ഞാൻ പറഞ്ഞിട്ടാണ് വരിക. ഇതാണ് സർപ്രൈസ് ആയിട്ടൊന്ന് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ മെറ്റേണിറ്റിയുടെ ആവശ്യമുള്ള പാറ്റേൺസൊക്കെ പറഞ്ഞ് എല്ലാം ഡിസ്കസ് ചെയ്ത് അനിയനൊക്കെ തിരിച്ചു പോയിട്ടോ. ഇത് അടുത്ത ദിവസം രാവിലെ തന്നെ എൻ്റെ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് വളക്കാപ്പ് പരിപാടിക്ക് എന്തായാലും വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് മുൻകൂട്ടി വന്നിരിക്കുകയാണ്. എനിക്കിഷ്ടമുള്ള മൈസൂർ പാക്കും പിന്നെ അതുപോലെ എനിക്കൊരു മെറ്റീരിയൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഡ്രസ് മെറ്റീരിയലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോൾ വരുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേച്ചി വാങ്ങിത്തരാറുണ്ട്. അപ്പോൾ അതിനെ ആക്സസറൈസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്യൂട്ടിഫുൾ കമ്മലും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ കളറാണ്. ഞാൻ പക്ഷേ ഇപ്പോഴൊന്നും ഇത് സ്റ്റിച്ച് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ സൈസ് ഇങ്ങനെ പലതും മാറിയും മറിഞ്ഞിരിക്കുകയല്ലേ. അപ്പം ഈ ഒരു ഡ്രസ്സ് ചുമ്മാ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഇയറിങ്ങും എനിക്ക് ചേച്ചി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പം ചേച്ചിക്ക് ഇവിടെ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഷോപ്പിംഗ് മസ്റ്റാണ്. അപ്പോൾ കുറേ ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ മേടിക്കാനുണ്ടാവും. അതിൽ ഒരു കാര്യത്തിനാണ് നമ്മളിപ്പോൾ പോയിട്ടുള്ളത്. ചേച്ചിയുടെ അമ്മയ്ക്കും ചേച്ചിക്കും നല്ല കോട്ടൺ നൈറ്റീസ് ആവശ്യമാണ്. അപ്പം എപ്പോഴും നമ്മുടെ തൃശ്ശൂർ കുറുക്കഞ്ചേരി ഭാഗത്ത് തങ്കമണിക്കേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിൽ ഒരുപാട് നൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കുറേ കടകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വന്നു. അവിടുന്ന് നൈറ്റീസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ തൃശ്ശൂരുള്ള ഹൈലൈറ്റ് മോളിലേക്കാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ തട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിസയാണ് ഓർഡർ ചെയ്തത്. പിന്നെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ചേച്ചി ഒറ്റയ്ക്കല്ല വന്നത്, ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഈ കാണുന്നത്. പുള്ളിക്കാരന് വേറെ എന്തോ ഒരു സംഭവമായിരുന്നു മേടിച്ചത്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പിസയും മൊയ്റ്റും വാങ്ങി നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഇത് അടുത്ത ദിവസം ആണ്. അപ്പോൾ ഇന്ന് ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മൂമ്മയുടെ സിസ്റ്ററിൻ്റെ മോളാണ്. അപ്പോൾ ശരിക്കും ചേച്ചി എന്നല്ല വിളിക്കേണ്ടത്, പക്ഷെ ഞാൻ കുഞ്ഞിൽ മുതലേ ചേച്ചി എന്ന് വിളിച്ചിട്ട് അതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ പുള്ളിക്കാരി എന്തിനും ഏതിനും നമ്മുടെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ ഓടി വരുന്ന ഒരു ആളാണ് ചേച്ചി. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു ഫാമിലിയിൽ. അപ്പോൾ അതേ ഇന്നിപ്പോൾ ചേച്ചിക്ക് ഇനി കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളും കൂടി മേടിക്കണം. പിന്നെ എനിക്ക് വളക്കാപ്പിന് ആവശ്യമുള്ള ഒരു ലക്ഷ്മി വിളക്കും കൂടി മേടിക്കണം. അപ്പോൾ അതൊക്കെ കൂടി വാങ്ങാനായിട്ട് നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അത് വരാനായിട്ട്. അതിൻ്റെ ഇടയിലും അമ്മ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിത് ഓട്ടോ ബുക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ പറയണ പോലെ മഴ ഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോയിലൊക്കെ കയറുക എന്ന് പറയുന്നത് ചേച്ചീനെ സംബന്ധിച്ചൊരു സന്തോഷമുള്ള കാര്യമാണ്. നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു മഴയത്ത് ഓട്ടോയിൽ കയറുക, ട്രാവൽ ചെയ്യുക എന്നുള്ളതൊക്കെ. ചേച്ചിയുടെ ഹസ്ബൻഡ് പറയാറുണ്ട് നമുക്ക് രണ്ടുപേർക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, കാരണം ഇത്രയും മഴയത്ത് നിങ്ങൾ ഈ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. പക്ഷെ നമ്മളെ രണ്ടുപേരെ സംബന്ധിച്ചിട്ട് നമ്മൾ എപ്പോൾ കാണുകയാണെങ്കിലും കൂടുകയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങും പിന്നെ ഫുഡ് അടിയുമാണ്. അപ്പോൾ അതേ നമ്മുടെ വടക്കുന്നാഥൻ്റെ ആ ഒരു പരിസരത്താണ് ഈ കാണുന്ന ഈ ഒരു ഷോപ്പുള്ളത്. തൃശ്ശൂർ റൗണ്ടിൽ തന്നെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്നത് ഇപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് വളക്കാപ്പിന് ആവശ്യമുള്ള ഒരു ലക്ഷ്മി വിളക്ക് വേണം. പിന്നെ ചേച്ചിക്ക് അവിടെ ബാംഗ്ലൂർ എന്താ പറയുക പൂജാമുറിയിൽ വെക്കാനായിട്ട് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹവും വേണം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയതൊരു കുഞ്ഞ് ഒരു ലക്ഷ്മി വിളക്കാണ്. അപ്പോൾ അത് ഈ കാണുന്ന ഈ ഒരു സൈസാണ് ഞാൻ സെലക്ട് ചെയ്തത്. കാരണം നമ്മുടെ ഈ വളക്കാപ്പ് പരിപാടിക്ക് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ചേച്ചി അതുപോലെ കൃഷ്ണൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു വിഗ്രഹവും സെലക്ട് ചെയ്ത്. പിന്നെ നമ്മൾ പാട്രേക്കിലുള്ള ഒരു വിംബീസ് ബേക്കറിലേക്ക് പോയി. അവിടെയാണ് നമുക്ക് നല്ല ചിപ്സ് കിട്ടുക. അപ്പോൾ ചേച്ചിക്ക് ചിപ്സും മുറുക്കും അങ്ങനെ കുറച്ച് ഐറ്റംസ് ബാംഗ്ലൂർ കൊണ്ടുപോകാനുണ്ട്. കാരണം അതിപ്പോൾ സമയമായി. ചേച്ചി രാത്രിത്തെ ട്രെയിനിനാണ് പോകുന്നത്. അപ്പം ഞാൻ ഊബർ ബുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരിത് എല്ലാം റെഡി ആയിട്ട് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. പെട്ടെന്ന് 2 ദിവസം പടയെന്ന് പറഞ്ഞ് പോയി. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞത് പുള്ളിക്കാരി പോവാണ്. അപ്പം എന്തായാലും 2 ദിവസം പെട്ടെന്ന് പോയി. ഭയങ്കര രസമായിരുന്നു. എപ്പോഴും നമ്മൾ ഒരുമിക്കുമ്പോഴും ഇത് സമയം പോണത് അറിയില്ല. അപ്പോൾ അങ്ങനെ യാത്ര പറഞ്ഞ് ചേച്ചി പോയി. ഇനി അടുത്ത ദിവസത്തെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വീട്ടിൻ്റെ പരിസരത്ത് നമ്മുടെ പൂച്ചകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പൂച്ചകളെല്ലാവരും കൂടി അവിടെ ഒരു ബഹളം.
പിന്നെ നോക്കി എപ്പോഴാണ് കണ്ടത് ഈ കാണുന്ന നമ്മുടെ മൂർഖൻ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ നമ്മൾ സ്നേക്ക് റെസ്ക്യൂവറിനെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് ഈ പാമ്പിനെ പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് സത്യത്തിൽ. മെയിനായിട്ട് നല്ല മഴയുണ്ട്, പിന്നെ അത് പോരായിട്ട് നമ്മുടെ സൂവിൻ്റെ കോമ്പൗണ്ടായിട്ട് യോജിച്ചിട്ടാണല്ലോ നമ്മുടെ വീടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്നതായിരിക്കണം. പക്ഷെ എന്താണെങ്കിലും ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. അപ്പം ഈ ഒരു മൂർഖനെ കൊണ്ടുപോയാലും ഇനിയും മൂർഖന്മാർ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും. അപ്പം ഇതിപ്പം നമ്മൾ വിചാരിച്ച ചേരയൊക്കെ ഇരിക്കുന്നതാണ്. നമ്മൾ വീട്ടിൻ്റെ പരിസരത്ത് ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കാണാറുണ്ട്. അങ്ങനെ മൂർഖനെ ആള് സാഹസികമായിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടാൻ നോക്കി. അങ്ങനെ ആദ്യം അവനൊരു ട്രിപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അത് കഴിഞ്ഞ് അതേ സ്പീഡിൽ അവൻ തിരിച്ച് പുറത്തോട്ടും ചാടി. അത് കഴിഞ്ഞ് രണ്ടാമതാണ് വീണ്ടും അവനെ പിടിക്കണം. കാരണം ഈ മൂർഖന് തീരെ എന്താ പറയുക, പോകാനൊന്നും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. ഈ പരിസരത്ത് തന്നെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും തൃശ്ശൂരുള്ള ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവാനായിട്ട് ഞാൻ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ തൃശ്ശൂർ എവിടെ ഉണ്ടെങ്കിലും ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും. ഇവർക്ക് ഒരു ടീം തന്നെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്പർ ഇവിടെ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവും. അങ്ങനെ ഫൈനലി ഈ പാമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. എന്തോ അവന് പോകാൻ വേണ്ടി തോന്നി കറക്റ്റായിട്ട്. അങ്ങനെ പോയി. അവരത് കറക്റ്റായിട്ട് എല്ലാം കെട്ടിപ്പൂട്ടി അതിനെ പാക്ക് ചെയ്തു. ഈ കാണുന്ന ബാഗിലിട്ട് അവനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഈ കാണുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് നമ്മുടെ വളക്കാപ്പിൻ്റെ സദ്യക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മളത് ഈ ഒരു ടീമിനെയാണ് നമ്മൾ ഏൽപ്പിച്ചത്. രാധാകൃഷ്ണൻ കേറ്ററിംഗ് എന്ന് പറയുന്ന തൃശ്ശൂർ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. അങ്ങനെ അതൊക്കെ തീരുമാനമായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് നമ്മൾ അമ്മൂമ്മ ഇരുന്നത് എന്തോ ഒരു കൊറിയറിൽ അതിൻ്റെ അകത്ത് വന്ന് ആ ഒരു ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. അപ്പോൾ എപ്പോഴും അത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്ന് ഇങ്ങനെ കുറേ ടൈം അതിൽ ഇങ്ങനെ അത് പൊട്ടിച്ച് ഇങ്ങനെ സന്തോഷം കണ്ടെത്താറുണ്ട്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തു തന്നേ ഉള്ളൂ. പൊട്ടിച്ച് കഴിഞ്ഞല്ലോ കാണിച്ചേ, കാണിക്കേ. എന്താ പറ്റൊരു ദേഷ്യം നോക്കി രാവിലെ തന്നെ? എന്താ അവിടെ പ്രശ്നം? ഇത് സ്ട്രെസ് റിലീഫ് ആവാനാണോ ഇത് ചെയ്യണേ? ദേഷ്യം മാറാനാണോ പൊട്ടിക്കണ ഇങ്ങനെ? ഇത് പൊട്ടിച്ച നീ കെട്ടില്ലേ ഒരു എന്താണ് ഇത് കിട്ടും, ഒരു എന്താ പറയണ്ടേ, സ്ട്രെസ് ഫ്രീ. അതിൻ്റെ അടുത്ത ദിവസം രാവിലെ നമുക്ക് കൊല്ലത്തൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, വയറ്റ് പൊങ്കാല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റുമുണ്ടും ഈ ഒരു ബ്ലൗസും ഈ ആക്സസറീസൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടി നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ നമ്മൾ ചെയ്തത്. അപ്പം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഡിലേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇത് കൊല്ലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരാൾ നമ്മൾ പൊങ്കാല അർപ്പിക്കുകയാണ് ദേവിക്ക്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് നിങ്ങളീ കാണുന്നത്. അപ്പം ഐശ്വര്യമായിട്ട് നമ്മൾ ഇത് ചെയ്ത് വേണം തുടങ്ങാനായിട്ട് നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി പീരിയഡിൽ. അപ്പോൾ അത് രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് അമ്മമ്മയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നല്ല, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. കാരണം ഇതിൻ്റെ പുകയൊക്കെ വന്നടിച്ച് രാവിലെ തന്നെ ഒരു ഇതായിരുന്നു. പക്ഷേ സക്സസ്ഫുള്ളി ഈ പായസമൊക്കെ റെഡിയായി. അങ്ങനെ ഞാൻ പൊങ്കാല അർപ്പിച്ചു ദേവിക്ക്. അപ്പോൾ അതാണ് വേറൊരു വിശേഷം പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വയറ്റ് പൊങ്കാല കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വളക്കാപ്പ് പരിപാടിയിലേക്ക് കടക്കാനായിട്ട്. അപ്പം വളരെ ഹാപ്പി ആയിട്ട് ഈ ഒരു വയറ്റ് പൊങ്കാല ചടങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാട് ഈ പൂച്ചകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പുറമ്പോക്ക പൂച്ചകളാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കും ഈ പൂച്ചയ്ക്ക്. അപ്പോൾ ഇവരിങ്ങനെ എന്തൊക്കെയോ കളിയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ക്യാപ്ചർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ തൃശ്ശൂർ വിശേഷങ്ങളും കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.